പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോയുമായിട്ടാണ്. ഷാഹുൽ ഹമീദ് നാവൂരി ശൈഖിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എത്ര മനോഹരമാണ് മഹാനവറുടെ ചരിത്രം. ഷെയ്ഖ് ഷാഹുൽ ഹമീദ് മീറാൻ വലിയുല്ലാഹി നാഫൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഹിജ്റ 910 ജമാദുൽ ആഖിർ 10 വെള്ളിയാഴ്ച ദിവസം രാത്രി സമയത്താണ് അൽ ഖുത്ബ് അഷ്ശൈഖ് സയ്യിദ് അബ്ദുൽ ഖാദിർ ഷാഹുൽ ഹമീദ് മീറാൻ മുഹീദ്ദീൻ ഗഞ്ച് സവായി ഗഞ്ച് ബക്ഷ് ഭൂജാതനായത്. ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചെന്നെത്തുന്ന മഹനീയ പരമ്പര. ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ സന്താന പരമ്പരയിലെ 11ാം തലമുറയിലെ പൗത്രനാണ് പിതാവ് അഷ്ശൈഖ് സയ്യിദ് അബൂ യൂസുഫ് ഹസ്സൻ ഖുദ്സി റളിയല്ലാഹു അൻഹു. അസ്സയ്യിദ് ഹമീമുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ പുത്രിയാണ് ഉമ്മ ഫാത്തിമ റളിയല്ലാഹു അൻഹ. സച്ചരിതരായ മാതാപിതാക്കളിലൂടെ അലഹബാദിനടുത്ത മാണിക്യപ്പൂർ എന്ന നാട്ടിലാണ് പിറന്നത്. മഹാനവറുകളുടെ ജനനത്തിനു മുമ്പ് സയ്യിദ് യൂസുഫ് എന്നു പേരുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടി വഫാത്തായി. ആ ഓമനക്കുഞ്ഞിന്റെ വേർപാടിൽ മനംനൊന്തിരിക്കുമ്പോൾ ഒരു അശ്ലീരി കേട്ടു. എന്റെ അടിമകളെ നാം ദയാപൂർവം തന്നുവെങ്കിലും നമ്മുടെ നീതിപ്രകാരം തിരിച്ചു വാങ്ങിയിരിക്കുന്നു. നിങ്ങൾ ക്ഷമിക്കുക. അതിനേക്കാൾ ഉത്തമനായ ഒരു സന്താനത്തെ നാം നിങ്ങൾക്ക് നൽകുന്നതാണ്. ആ കുട്ടി ലോകത്തിന്റെ ഔസായിരിക്കും. ഇത് കേട്ട ദമ്പതികൾ അത്യാധികം സന്തോഷിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു. ഗർഭത്തിൽ തന്നെ കറാമത്തുകളുള്ളവരായിരുന്നു അവർ. ഗർഭസ്ഥ ശിശുവിന് 7 മാസം പ്രായമായപ്പോൾ നാട്ടിലാകെ വരൾച്ച പിടിപെട്ടു. അങ്ങനെ 3 ദിവസം മാതാപിതാക്കൾക്ക് ഭക്ഷണം ലഭിക്കാതെ വന്നു. ഉടൻ ഗർഭസ്ഥ ശിശു പ്രിയ മാതാവിനോട് അറിയിച്ചു, ഉമ്മ കലം അടുപ്പിൽ വെക്കുക, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നതാണ്. കുട്ടിയുടെ പ്രവചനം പുലർന്നു. പാത്രത്തിൽ നിറച്ചും ഭക്ഷണങ്ങൾ. അവർ വിശപ്പ് മാറുവോളം ഭക്ഷിച്ചു. ഒട്ടും കുറഞ്ഞിട്ടില്ല. തുടർന്ന് ആ നാട്ടുകാർ മുഴുവനും അതുകൊണ്ട് വിശപ്പടക്കി അവർ അള്ളാഹുവിനെ സ്തുതിച്ചു. ഒരിക്കൽ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വെള്ളം കോരാൻ കിണറ്റിനരികിലെത്തിയ പ്രിയ മാതാവിന്റെ കയ്യിൽ നിന്ന് തൊട്ടിൽ കിണറ്റിൽ വീണു. തന്റെ തഹജ്ജുദ് മുടങ്ങിപ്പോകുമോ എന്ന് വ്യാകുലപ്പെട്ടപ്പോൾ ഗർഭസ്ഥ ശിശു, ഉമ്മ വിഷമിക്കേണ്ട. ഉമ്മ നോക്കുമ്പോൾ തന്റെ അരികിൽ വെള്ളം നിറഞ്ഞ തൊട്ടിൽ. അത്ഭുതപ്പെട്ടുകൊണ്ട് മഹദി അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഗർഭം 6ാം മാസം ഖിളിർ നബി പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഫാത്തിമ നിങ്ങളുടെ കുഞ്ഞൊരു ഖുത്ബാണ്. കുട്ടിക്ക് അബ്ദുൽ ഖാദിർ എന്ന് നാമകരണം ചെയ്യണം. ജനങ്ങൾക്ക് സന്മാർഗം നൽകി ഹഖിലേക്ക് വഴി നടത്തുന്ന ആത്മജ്ഞാനിയാണ് നാവൂർ ശൈഖ്. AD 1489 കുഞ്ഞ് പ്രസവിക്കപ്പെട്ടു. ഖിളിർ അലൈഹിസ്സലാം ബാങ്ക് കൊടുത്തു. സയ്യിദ് അബ്ദുൽ ഖാദിർ എന്ന് പേര് വിളിച്ചു. കൂടെയുണ്ടായിരുന്ന ഇല്യാസ് നബി അലൈഹിസ്സലാം 3 പ്രാവശ്യം നാമം ഉച്ചരിച്ചു. ഇരുവരും അപ്രത്യക്ഷരായി. ശൈശവ ദശയിലെ കറാമത്തുകൾ. കുട്ടിയെ കാണാൻ വരുന്നവർ കുഞ്ഞിനെ എടുത്ത് ഈ കുഞ്ഞു മുഖേന ഞങ്ങളുടെ വിഷമങ്ങൾ പരിഹരിക്കണം എന്ന് ദുആ ചെയ്യുകയും ഉടൻ കാര്യവിജയം നേടുകയും ചെയ്യുമായിരുന്നു. ബാല്യകാല ജീവിതം സംശുദ്ധവും സൂക്ഷ്മവുമായിരുന്നു. സാധാരണ ബാലന്മാരെ പോലെ വിനോദത്തിൽ ഏർപ്പെടുന്ന പ്രകൃതിയല്ലായിരുന്നു. മറ്റു കുട്ടികൾ കളിക്കുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും വൃക്ഷച്ചുവട്ടിലിരുന്ന് ഇലാഹി ചിന്തയിൽ വ്യാപൃതനായിരുന്നു. ഒരിക്കൽ വൃക്ഷച്ചുവട്ടിൽ ധ്യാനനിമഗ്നനായിരിക്കുന്ന കുട്ടിയെ സമീപിച്ച് വായു തുറക്കാൻ ഒരാൾ ആവശ്യപ്പെട്ടു. കുട്ടി വായു തുറന്നപ്പോൾ 3 പ്രാവശ്യം തന്റെ ഉമിനീർ കുട്ടിയുടെ വായിലേക്ക് പകർന്നു. ഞാൻ ഖിളിർ ആണെന്ന് പറഞ്ഞു. ഇതിനുശേഷവും പലതവണ ഖിളിർ നബിയുമായി സംഗമിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം. ബാലനായ ശൈഖ് അവറുകൾ വിദ്യാഭ്യാസം വളരെ വേഗത്തിൽ പൂർത്തിയാക്കി. ഖുർആൻ, തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ്, ചരിത്രം, ഗോളശാസ്ത്രം, ഗണിതം, തത്വം, തർക്കം തുടങ്ങി സർവ്വ വിജ്ഞാനങ്ങളിലും അവഗാഹം നേടിയിരുന്നു. കുട്ടിക്കാലം മുതൽക്ക് വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന ശീലമായിരുന്നു. ഈ പഠനപ്രായത്തിലും സംസാരം, ഭാവന, പ്രവൃത്തി എന്നിവകളിൽ ഒരു സൂഫിയെ പോലെയായിരുന്നു. ദിവസം കഴിയും തോറും അള്ളാഹുവിനെ അറിയാനുള്ള ആഗ്രഹം വർദ്ധിച്ചു വന്നു. അതിനായി ഒരു വഴികാട്ടിയെ അന്വേഷിക്കുകയും അതിനുള്ള വഴികൾ പ്രിയ മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഹിജ്റ 928 ജമാദുൽ ആഖിർ തിങ്കളാഴ്ച ഗുരുവിനെ തേടി 18 വയസ്സിൽ യാത്ര പുറപ്പെട്ടു. അള്ളാഹു
എന്ന പരമലക്ഷ്യം പ്രാപിക്കാനുള്ള ചിന്ത മികച്ചു വന്നു. ഹിജ്റ 928 ശേഷം ഷെയ്ഖിനെ തേടി പുറപ്പെട്ട ഈ യാത്രയിൽ ലഭിച്ച സഹയാത്രികനാണ് ബാലിഗ് നാട്ടുകാരനായ മുഈനുദ്ദീൻ. ദീർഘനാൾ യാത്ര ചെയ്ത് ഗ്വാളിയാറിലെത്തി അഷെയ്ഖ് സയ്യിദ് മുഹമ്മദ് ഗൗസ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ സ്വേദത്തിലെത്തി ബൈഅത്ത് ചെയ്തു. പിന്നീടുള്ള ഓരോ നിമിഷങ്ങളും അവർണ്ണനീയമായിരുന്നു. ആത്മീയ ജ്ഞാനമതു കുടിച്ച് പരമാനന്ദം കാണുന്ന അത്ഭുത നിമിഷങ്ങളായിരുന്നു. ശിഷ്യന്റെ മികവും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഗുരുവിന് എളുപ്പമായിരുന്നു. നീണ്ട 10 വർഷക്കാലത്തെ ജീവിതത്തിലൂടെ അള്ളാഹുവിനെ വേണ്ട വിധം അറിഞ്ഞ് ലക്ഷ്യം കൈവരിച്ച ശിഷ്യനെ തന്റെ ഖിലാഫത്ത് നൽകി അനുഗ്രഹിച്ച് 400-ൽ പരം ഫക്കീറുമാരോടൊപ്പം ഷെയ്ഖ് ഷാഹുൽ ഹമീദ് റളിയല്ലാഹു അൻഹു നാട്ടിലേക്ക് യാത്ര തിരിച്ചു. നാട്ടിലെത്തിയ പ്രിയ മാതാവിനെയും പിതാവിനെയും കണ്ട് അനുഗ്രഹം വാങ്ങി ഹജ്ജ് കർമ്മത്തിനായി ഹറം ഷരീഫിലെത്തി. 7 വർഷക്കാലം അവിടെ കഴിച്ചുകൂട്ടി. തുടർന്ന് കപ്പൽ മാർഗം കണ്ണൂർ, കോഴിക്കോട്, പൊന്നാനി, മാലിദ്വീപ്, ശിലോൻ തുടങ്ങി പല സ്ഥലങ്ങളിലൂടെയും യാത്ര ചെയ്ത് നാഗവൃക്ഷങ്ങളുടെ നാടായ നാഗൂർ എന്ന ദേശത്തെത്തി താമസമാക്കി. നാട്ടിലെത്തിയ യുവാവിനെ വിവാഹാലോചന നടത്തിയ മാതാപിതാക്കളോട് എന്റെ ഹൃദയത്തിൽ അള്ളാഹുവിന് മാത്രമേ സ്ഥാനമുള്ളൂ എന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിച്ചു. അത്ഭുതബാലൻ യൂസുഫ് ജനിക്കുന്നു. ലാഹോർ നഗരത്തിലെ ഏറ്റവും വലിയ ധനാഢ്യനും മാർഗജ്ഞാനിയുമായിരുന്ന നൂറുദ്ദീൻ മുഫ്തി നിരവധി സുഖസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും മധ്യവയസ്കനായിട്ട് പോലും ഒരു കുഞ്ഞ് ജനിക്കാത്തതിൽ അതീവ ദുഃഖിതനായിരുന്നു. പല മഹാന്മാർക്കും ദീർഘകാലം സേവനം ചെയ്ത് ദുആ ചെയ്യിപ്പിച്ചു. ഈ സന്ദർഭത്തിലാണ് ഷാഹുൽ ഹമീദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പേരും പ്രശസ്തിയും അറിഞ്ഞ് മഹാനവറുകൾ തങ്ങളെ സമീപിച്ച് സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. മഹാനായ നൂറുദ്ദീൻ മുഫ്തിയുടെ വിഷമം മനസ്സിലാക്കി അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചു. അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും കുലമഹിമയും പരിശുദ്ധിയും അറിഞ്ഞ ഷെയ്ഖ് തന്നിൽ നിന്നും അവർക്കൊരു സന്താനത്തെ നൽകാൻ തീരുമാനിച്ചു. ചിന്താനിമഗ്നനായി അല്പനേരം തലകുലിച്ചിരുന്ന ശേഷം ഒരു വെറ്റില ഷെയ്ഖ് അവറുകൾ വായിലിട്ടു, ചവച്ചു. കുറച്ചു സമയം ധ്യാനത്തിലിരുന്ന ശേഷം തന്റെ വായയിലെ വെറ്റില നൂറുദ്ദീൻ മുഫ്തിക്ക് കൊടുത്തു. ഭാര്യയുടെ വായിലിട്ട് പെട്ടെന്ന് വിഴുങ്ങാൻ നിർദ്ദേശിച്ചു. മഹദി അപ്രകാരം ചെയ്തു. ശേഷം ഇതിലൂടെ നിങ്ങൾക്കൊരു ആൺകുഞ്ഞ് ലഭിക്കുമെന്നും എന്റെ മരണപ്പെട്ട സഹോദരൻ യൂസുഫിന്റെ പേര് കുട്ടിക്ക് നൽകണമെന്നും ആവശ്യപ്പെട്ടു. 5 വയസ്സിൽ ഖുർആൻ മനഃപ്പാടമാക്കുമെന്നും 7-ാം വയസ്സിൽ തന്റെ പിതാവാരെന്ന് അന്വേഷിക്കുമെന്നും തനിക്ക് തന്റെ പിതാവ് എന്താണ് ഹദിയ നൽകിയതെന്ന് ചോദിക്കുമ്പോൾ ഈ ബ്രഷ് കൊടുക്കണമെന്നും എന്റെ അടുക്കൽ വരാൻ സമ്മതം ചോദിച്ചാൽ അനുവദിക്കണമെന്നും പറഞ്ഞു. ശേഷം കുട്ടി ജനിക്കുകയും പ്രസ്തുത നാമകരണം ചെയ്യുകയും 7 വയസ്സായപ്പോൾ പിതാവിനെ അന്വേഷിക്കുകയും മാതാപിതാക്കളുടെ സമ്മതത്തോടെ നാഗൂർ പട്ടണത്തിലെത്തുകയും ചെയ്തു. ഒരിക്കൽ ഷെയ്ഖ് ഷാഹുൽ ഹമീദ് തങ്ങൾ തന്റെ ശിഷ്യഗണങ്ങളുമായി ബൽഹ പ്രദേശത്ത് എത്തിയപ്പോൾ മുഈനുദ്ദീൻ ബൽഹ എന്ന പണ്ഡിതൻ തന്റെ മാതാവിന്റെ മരണ വാർത്തയിൽ അങ്ങേയറ്റം വിഷമിച്ചിരിക്കുകയായിരുന്നു. ഷെയ്ഖ് അവറുകളെ സമീപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കും എന്റെ പ്രിയ മാതാവിനുമിടയിൽ പല വാഗ്ദാനങ്ങളും ഉണ്ടായിരുന്നു. അവകൾ നിറവേറ്റുന്നത് വരെ എന്റെ മാതാവ് മരണപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നന്നായിരുന്നേനെ. ഷെയ്ഖ് അവറുകൾ മുഈനുദ്ദീനെയും കൂട്ടി മാതാവിന്റെ ഖബറിനരികിൽ ചെന്ന് ഒരു മറയുണ്ടാക്കാൻ നിർദ്ദേശിച്ചു. ശേഷം ഷെയ്ഖ് അവറുകൾ പറഞ്ഞു, അള്ളാഹുവിന്റെ അനുമതിയോടെ മുഈനുദ്ദീന്റെ ഉമ്മ ജീവിക്കട്ടെ. ഖബർ പിളർന്നു. ഉമ്മ പുറത്തു വന്നു. മകനുമായി മണിക്കൂറുകൾ സംസാരിച്ചു. വാഗ്ദാനങ്ങൾ നിറവേറ്റി സംസാരം പൂർത്തിയായപ്പോൾ ഖബറിലേക്ക് പ്രവേശിക്കൂ എന്ന് പറഞ്ഞു. ഷെയ്ഖിന് വിഷം കൊടുക്കുന്നു. ഷെയ്ഖ് അവറുകളെ വധിക്കാൻ തീരുമാനിച്ചു നാട്ടുരാജാവ് ഒരു വൻ സൽക്കാരം തയ്യാറാക്കി. തങ്ങളെ സമീപിച്ച് രാജാവ് പറഞ്ഞു, നിങ്ങളും ശിഷ്യഗണങ്ങളും എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് അനുഗ്രഹിച്ചാലും. ഷെയ്ഖ് അവറുകൾ തന്റെ ശിഷ്യഗണങ്ങളുമായി രാജാവിന്റെ ക്ഷണം സ്വീകരിച്ചു. ഭക്ഷണം കൊണ്ടുവന്നു. ബിസ്മി ചൊല്ലി ഷെയ്ഖ് അവറുകൾ കഴിച്ചു. ശിഷ്യന്മാരോട് ഭക്ഷണം കഴിക്കരുതെന്ന് നിർദ്ദേശിച്ചു. ഷെയ്ഖ് അവറുകൾ ഒരു പിടി ഭക്ഷണം കഴിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന വിഷം രാജാവിന്റെ കാലിലേക്ക് കയറി, കാൽപാദത്തിലേക്ക് കയറി. 2-ാമത്തെ പിടി കഴിച്ചപ്പോൾ വിഷം മുട്ടുവരെ എത്തി. 3-ാമത്തെ പിടി കഴിച്ചപ്പോൾ വിഷം ശരീരമാസകലം വ്യാപിച്ചു. തൽക്ഷണം രാജാവ് മരണപ്പെട്ട്. പ്രിയതമന്റെ പെട്ടെന്നുള്ള മരണത്തിൽ സമനില തെറ്റിയ പ്രിയ ഭാര്യയുടെ നിലവിളിയും സങ്കടവും കണ്ട് ഷെയ്ഖ് അവറുകൾ ദയതോന്നി. അത്ഭുതം, രാജാവിന് ജീവൻ തിരിച്ചു കിട്ടി. മഹാനവറുകളുടെ വഫാത്ത് ഹിജ്റ വർഷം 978 ജുമാദുൽ ആഖിർ 10 വെള്ളിയാഴ്ച രാത്രി തഹജ്ജുദിന്റെ സമയം
ഇഹലോകവാസം വെടിഞ്ഞു. തെക്കേ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ കാവേരി നദീതീരത്തെ പുണ്യ സിയാറത്ത് കേന്ദ്രമാണ് നാഗൂർ ദർഗാ ഷരീഫ്. 16-ാം നൂറ്റാണ്ടിൽ വഫാത്തായ ശൈഖുറകളുടെ ദർഗാ ഷരീഫിന്റെ 5 തങ്കമിനാരങ്ങൾ ദർഗയെ വേറിട്ടതാക്കുന്നു. ഹൈന്ദവ രാജാവിന് മാരണനിമിത്തമുണ്ടായ മാറാരോഗങ്ങളിൽ നിന്ന് ഷെയ്ഖിലൂടെ സുഖം പ്രാപിച്ചതിന് പ്രത്യുപകാരമായി നൽകിയ സ്ഥലവും ദർഗയും ഇന്ന് ജാതിമത ഭേദമന്യേ എല്ലാ ജനങ്ങളുടെയും അഭയകേന്ദ്രമാണ്. കാവേരി നദീതീരത്തെ ക്ഷേത്രങ്ങൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന പുണ്യ ദർഗാ ഷരീഫ് സൗഹാർദ്ദത്തിന്റെ മഹാപ്രതീകമാണ്. ജീവിതകാലത്തെ പോലെ വഫാത്തിന് ശേഷവും തിരുസവിധത്തിലെത്തുന്നവർക്ക് ഉദ്ദേശ സാഫല്യം ഉറപ്പാണ്. വിശ്വാസവൃന്ദത്തിന് കുളിർമയാണ്. ഖാദിരിയ്യത്തുൽ ഹമീദിയ എന്നാണ് അവിടുത്തെ ത്വരീഖത്തിനെ അറിയപ്പെടുന്നത്. യൂസുഫ് വലിയുള്ളാന്റെ 9ാമത്തെ പൗത്രനാണ് ഷെയ്ഖ് മുഹമ്മദ് ബാഖർ അൽ ഖാദിരി. അവരെ സന്ദർശിക്കുമ്പോൾ എപ്പോഴും അവർ ചൊല്ലാറിയുള്ള ഒരു ബൈത്തുണ്ട്: ഫലാഹുൻ നജാകും വഫൗസുൻ അലീം ലിമൻ ദറ റൗദൽ വലിയിൽ കരീം. അള്ളാഹു മഹാനവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ആവശ്യങ്ങൾ നിറവേറ്റി തരണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. എല്ലാ ഉദ്ദേശങ്ങളും ഞങ്ങൾക്ക് സഫലീകരിച്ച് അള്ളാഹുവെ മശായിഖന്മാരുടെ ഒപ്പം മുത്തനബിയുടെ ജിവാറിലായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ.